ഹലോ ഫ്രണ്ട്സ്, AG പ്ലസ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2 4th ചാപ്റ്ററായ സൂരി നാമമേ പെഹ്ലാ ദിൻ. ഇതിലെ ലേഖകർ ഇമാംഷു ജോഷിയാണ്. ഇതൊരു യാത്രാ വിവരണമാണ്. അപ്പോൾ സൂരി നാമേ പെഹ്ലാ ദിൻ എന്ന് പറഞ്ഞാൽ സൂരിനാമിലെ ആദ്യത്തെ ദിവസം. ലേഖകൻ സൂരിനാമിനെത്തിയതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവം, അദ്ദേഹം കണ്ട കാഴ്ചകളുമാണ് പ്രസ്തുത പാഠഭാഗം. ഭൂഗോൾ കി പുസ്തകമേ കബി പഠാത. ഭൂഗോൾ കി പുസ്തകം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്ര പുസ്തകത്തിൽ കബി പഠാത എന്ന് പറഞ്ഞാൽ എന്നോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമധ്യരേഖീയ പ്രദേശോമേ ഭീഷണ ഗർമി പടുത്തി ഹേ. ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിൽ ഭയങ്കരമായ ചൂടാണെന്ന് ഭൂമിശാസ്ത്ര പുസ്തകത്തിൽ എന്നോ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രായഃ പ്രതിദിൻ ബാരിഷ്. പ്രായഃ മീനിങ് മിക്കവാറും. പ്രായഃ പ്രതിദിൻ ബാരിഷ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസവും മഴയും ഉണ്ടാകുന്നു. ഇസ്ലിയേ സംസാർ മേ സബ്സെ അധിക് ഘനെ വൻ ഇസി ക്ഷേത്ര മേ പായെ ജാത്തെ ഹേ. ഇസിലിയേ അതുകൊണ്ട് സംസാർ മേ ലോകത്തിലെ സബ്സെ അധിക് ഘനെ വൻ ലോകത്തിലെ ഏറ്റവും അധികം നിബിഡവനങ്ങൾ, ഘനേവന നിബിഡവനങ്ങൾ ഇസി ക്ഷേത്രമേ പായെ ജാത്തെ ഹേ ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം നിബിഡവനങ്ങൾ ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ബ്രാസിൽ की 93% ഭൂമി ഗഹരി ഹരിയാലി से आच्छादित है. ബ്രസീൽ की 93% ഭൂമി ഗഹരി ഹരിയാലി से आच्छादित है. ബ്രസീലിൻ്റെ 93 എന്ന് പറഞ്ഞാൽ 93% ഭൂമിയും ഗഹരി ഹരിയാലി से ആച്ഛാദിത് ഹെ. ബ്രസീലിൻ്റെ 93% ഭൂമിയും നിബിഡമായ പച്ചപ്പ് കൊണ്ട് മൂടിയതാണ്. ആച്ഛാദിത് മീനിങ് മൂടപ്പെട്ട. അതീത് കാ യഹ് പട ആജ് പ്രത്യക്ഷ ദേഖ് രഹേ ഹെ. അതീത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, കഴിഞ്ഞുപോയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളിന്ന് പ്രത്യക്ഷ ദേഖ് രഹേ എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുകയാണെന്ന്. വിമാൻ സേ ജാഗ് രഹേ ഹെ നീല ജൽ കാലേ ഘനെ ബാദൽ ഓർ ദൂർ കഹി ഹരിയാലിക്ക് ചീട്ടെ. വിമാൻ സേ ജാഗ് രഹേ ഹെ. ജാഗ്ന എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. വിമാൻ സേ ജാഗ് രഹേ എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ നീലാജൽ എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള വെള്ളം, കാലേ ഘനെ ബാദൽ കനത്ത മേഘങ്ങൾ, ഓർ ദൂർ കഹി ഹരിയാലിക്ക് ചീട്ടെ അകലെ എവിടെയോ പച്ചപ്പിൻ്റെ കണങ്ങൾ. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ലേഖകൻ കണ്ട കാഴ്ചകളാണ് ഇവിടെ പറയുന്നത്. विमान उतरने की प्रक्रिया में धीरे धीरे धरती की ओर झुक रहा है. यात्रियों का कौतूहल भी बढ़ता चला जा रहा है. വിമാനം പതുക്കെ പതുക്കെ താഴെ ഇറങ്ങുന്ന ആ സമയത്ത്, ഉത്തർന്ന എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങുക, യാത്രിയോങ്ക കൗതുകൽ ബി ബെഡ്ത്ത ചലാ ജാ രഹാ ഹെ. യാത്രക്കാരുടെ കൗതുകൽ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ, യാത്രക്കാരുടെ ജിജ്ഞാസയും കൂടിക്കൊണ്ടിരിക്കുന്നു. ലഗ്ഭഗ് ഏകദേശം 20,000 കിലോമീറ്റർ की ലംബി യാത്ര के पश्चात ഏകദേശം 20,000 കിലോമീറ്റർ നീണ്ട യാത്രയ്ക്ക് ശേഷം എക് പ്രകാർ കെ സുഗുൻ കാ എഹ്സാസ്. എക് പ്രകാർ കെ സുഗുൻ കാ എഹ്സാസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ആശ്വാസത്തിൻ്റെ ഒരു അനുഭവം. ഒത്തിരി ദൂരം യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നില്ല. ആ ഒരു ഫീലിങ്സാണ് ഇവിടെ പറയുന്നത്. സുഗുൻ എന്ന് പറഞ്ഞാൽ വിശ്രമം, എഹ്സാസ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ്. ജുഗ്ന മീനിങ് കുനിയുക. जिस हिंदी को भोजपुरी अवधि के रूप में हनुमान चालीसा तथा रामचरितमानस आदि ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे अपने साथ, और जिसे उन्होंने तूफान के बीच दिए की तरह जलाए रखा. आज 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. ജിസ് ഹിന്ദിക്കോ ഏതൊരു ഹിന്ദിയെ ഭോജ്പൂരി അവധിക്ക് രൂപമേ. ഭോജ്പൂരി അവധി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയുടെ ബോലികളാണ്. ഹിന്ദി ഭാഷയ്ക്ക് 17 ബോലികളുണ്ട്. അതിൽ 2 ബോലികളാണ് ഭോജ്പൂരിയും അവധിയും. ഹനുമാൻ ചാലിസ തഥാ രാമചരിതമാനസ് ആദി ധർമ്മഗ്രന്ഥോं के माध्यम से ഹനുമാൻ ചാലിസ, രാമചരിതമാനസം തുടങ്ങിയ മതഗ്രന്ഥങ്ങളിലൂടെ ഭാരത് സെ ജാത്തെ സമയം ഇന്ത്യയിൽ നിന്ന് അവർ പോകുമ്പോൾ വേ ലേ ഗയേ थे अपने साथ, और जिसे उन्होंने तूफान के बीच दिए की तरह जलाए रखा. അവർ
ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ അവർ തങ്ങളോടൊപ്പം കൊണ്ടുപോവുകയും കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും തൂഫാൻ കി ബീച്ച് എന്നാൽ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും വിളക്ക് പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഭാഷ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൂഫാൻ കൊടുങ്കാറ്റ് ദിയ വിളക്ക്. ആജ് ഇന്ന് 130 साल बाद 130 വർഷത്തിന് ശേഷം വഹ് ഏക്ക് നയ രൂപമേ സാഗ റോക്കർ ഉപസ്ഥിത് ഹോ രഹാ ഹൈ. ഇവിടെ വഹ് എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയാണ്. ഹിന്ദി ഭാഷ ഒരു പുതിയ രൂപത്തിൽ പ്രകടമായിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഉസ്കാ വൈശ്വിക സ്വരൂപ് ഉഭർ രഹാ ഹൈ. വൈശ്വിക സ്വരൂപം എന്ന് പറഞ്ഞാൽ ആഗോള രൂപം, അതിൻ്റെ ആഗോള രൂപം തെളിയുകയാണെന്നും. വഹ് അത് അബ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഗിർമിട്ടിയ ശ്രമികവും കിഹിനഹി. ഗിർമിട്ടിയ ശ്രമികവും കിഹിനഹി എന്ന് പറഞ്ഞാൽ കരാർ തൊഴിലാളികളെ മാത്രമല്ല ശാസകോ രാഷ്ട്രാധ്യക്ഷോ ബി ഭാഷ ബൻ ഗയി ഹെ. ഭരണകർത്താക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഷയായിട്ട് ഹിന്ദി ഇന്ന് മാറിയിരിക്കുകയാണ്. ഗിർമിട്ടിയ ശ്രമിക എന്ന് പറഞ്ഞാൽ കരാർ തൊഴിലാളികൾ, ശാസകർ ഭരണകർത്താവ്, രാഷ്ട്രാധ്യക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ. जो संसार के 120 देशों में किसी न किसी रूप में अपनी उपस्थिति का एहसास जता रही है. സൻസാർ കെ 120 ദേശം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ 120 രാജ്യങ്ങളിൽ കിസി ന കിസി രൂപമേ ഏതെങ്കിലും രൂപത്തിൽ അപ്പനി ഉപസ്ഥിതി കാ എഹസാസ് ജത്താ രഹി ഹെ അതിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നുണ്ട്. मॉरिशस, ट्रिनिडाद, ब्रिटेन के पश्चात विश्व हिंदी सम्मेलनों की यह 7वीं यात्रा है. മൊറീഷ്യസ്, ട്രിനിഡാഡ്, ബ്രിട്ടൻ എന്നിവയ്ക്ക് ശേഷം ഇത് 7ാമത് ലോക ഹിന്ദി സമ്മേളനമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വിശ്വ ഹിന്ദി സമ്മേളനോക്ക് യഹ് 7वीं യാത്ര ഹെ. 7वीं മൻസിൽ 7ാമത്തെ ലക്ഷ്യം. മൻസിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. 130 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे उनके आगमन की स्मृति में इस हिंदी महापर्व का आयोजन हो रहा है. 130 എന്ന് പറഞ്ഞാൽ 130. 130 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे 130 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രവാസികളായി എത്തിയ ഇന്ത്യൻ തൊഴിലാളികളുടെ വരവിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഹിന്ദി മഹോത്സവം നടത്തപ്പെടുകയാണെന്ന്. ഉൻകെ ആഗമൻ കി സ്മൃതിമേ അവരുടെ വരവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇസ് ഹിന്ദി മഹാപർവ് ഈ ഹിന്ദി മഹോത്സവം നടത്തപ്പെടുന്നത്. ആയോജൻ ഓരഹാഹ എന്ന് പറഞ്ഞത് ആയോജൻ ഓരഹാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? നടത്തപ്പെടുകയാണെന്ന്. भारत के अलावा अनेक देशों के हिंदी लेखक, हिंदी प्राध्यापक, हिंदी प्रचारक, हिंदी सेवी अपनी उपस्थिति का एहसास जता रहे हैं. ഭാരത് കെ അലാവ എന്ന് എന്താണ്? ഇന്ത്യയെ കൂടാതെ അനേക ദേശങ്ങൾക്ക് അതായത് പല രാജ്യങ്ങളിലെയും ഹിന്ദി ഹിന്ദി എഴുത്തുകാരും ഹിന്ദി പ്രാധ്യാപകർ എന്ന് പറഞ്ഞാൽ സർവകലാശാല അധ്യാപകരും ഹിന്ദി പ്രചാരകരും ഹിന്ദി സേവകരും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. लगभग 4.5 लाख आबादी वाले इस देश में जिसके 37% लोग भारतीय मूल के हैं. ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏതാണ്ട് 4.5 लाख 4.5 लाख എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം ആബാദി വാലെ ജനസംഖ്യയുള്ള ഈ ദേശമേ ഈ രാജ്യത്ത് ജിസ്കെ 37% അതിൻ്റെ 37% 37 എന്ന് പറഞ്ഞാൽ 37% ലോക് ജനങ്ങൾ ഭാരതീയ മൂല്യക്കെ ഹെ ഭാരതീയ വംശജരാണെന്ന്. സർവത്ര ഭാരതീയ ഹി ഭാരതീയർ ദീഖ് രഹേ ഹെ. സർവത്ര ഭാരതീയർ ഹി ഭാരതീയ ദീഖ് രഹേ എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ നോക്കിയാലും ഭാരതീയരെ മാത്രമേ കാണാനുള്ളൂ. പാരാമാരിബോ ഷഹർ സൂരിനാമി നഹീർ ഏക്ക് ഭാരതീയ ഷഹർ ജൈസ ലഗ് രഹാ ഹെ. പാരാമാരിബോ പട്ടണം, ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം, സൂരിനാമി നഹീർ സൂരിനാമിൻ്റെതല്ല, ഏക്ക് ഭാരതീയ ഷഹർ ജൈസ ലഗ് രഹാ ഹെ ഒരു ഇന്ത്യൻ പട്ടണമാണെന്ന് തോന്നുന്നതാണ് പറയുന്നത്. दिनांक 6 जून को प्रातः सम्मेलन का शुभारंभ करते हुए सूरीनाम के अफ्रीकी मूल के राष्ट्रपति रोनाल्डो वेनिशिया ने अपने उद्बोधन में कहा था, सूरीनाम और भारत के बीच प्रगाढ़ आत्मीय संबंध है. ദിനാങ്ക് 6 ജൂൺ കോ പ്രാതഹ എന്ന് പറഞ്ഞാൽ ജൂൺ 6-ാം തീയതി രാവിലെ, പ്രാതഹ എന്ന് രാവിലെ, സമ്മേളൻ കാ ശുഭാരംഭ കർത്തേ ഹുയെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സൂരിനാം കെ ആഫ്രിക്കി മൂൽ കെ രാഷ്ട്രപതി സൂരിനാമിൻ്റെ ആഫ്രിക്കൻ വംശജനായ പ്രസിഡന്റ് റൊണാൾഡോ വെനിഷ്യാനെ അപ്പനെ ഉദ്ബോധൻ മേ കഹാ താ. റൊണാൾഡോ വെനിഷ്യാൻ പറഞ്ഞു
സൂരിനാം ഓർ ഭാരത് കെ ബീച്ച് പ്രഗാഢ ആത്മീയ സംബന്ധം. സൂരിനാമും ഭാരതവും തമ്മിൽ ആഴത്തിലുള്ള സ്നേഹബന്ധമുണ്ടെന്ന്. പ്രഗാഢ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള. दोनों देश अनेक अर्थों में एक दूसरे से गहरे जुड़े हैं. दोनों के बीच पुराने भाषाई संबंध है. दोनों देश രണ്ട് രാജ്യങ്ങളും അനേക അർത്ഥമേ പല വിധത്തിലും എക് ദൂസരെ സെ ഗഹരെ ജുഡേ ഹെ പല വിധത്തിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദോനോ കെ ബീച്ച് പുരാനെ ഭാഷായ സംബന്ധ് ഹെ രണ്ടിനുമിടയിൽ വളരെക്കാലം മുമ്പ് മുതൽ ഭാഷാപരമായ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഭാഷ ഭാവോം കി അഭിവ്യക്തി കാ സശക്ത് മാധ്യം ഹോത്തി ഹെ ആശയവിനിമയത്തിനുള്ള ശക്തമായ മാധ്യമമാണ് ഭാഷ. ഇന്ത്യക്ക് ജനനി സംസ്കൃതിക്ക് അപ്പനി വിശേഷതായേം ഹെ ഇന്ത്യയുടെ മാതാവായ സംസ്കൃതത്തിനും തനത് പ്രത്യേകതകളുണ്ട് എന്നാണ് പറയുന്നത്. ഉസ്കെ സാത്ത് സാത്ത് അതോടൊപ്പം തന്നെ ആജ് വിശ്വക്ക് ഏക് പ്രമുഖ ഭാഷ കെ രൂപ മേ ഹിന്ദി ഭി ഉഭർ രഹി ഹെ അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിലെ ഒരു പ്രധാന ഭാഷയായിട്ട് ഹിന്ദി വളർന്നു വരികയാണെന്ന്. सूरीनाम में हिंदी के प्रचार प्रसार में हिंदी को आम आदमी तक पहुंचाने में हिंदी फिल्मों तथा संगीत का भी विशेष योगदान रहा है. സൂറിനാം ഇന്ത്യക്ക് പ്രചാർ പ്രസാർമേ സൂറിനാമിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്കും ഇന്ത്യയെ ആം ആദ്മി തക് സാധാരണ ജനങ്ങളിലേക്ക് പൗച്ചാനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദി ഫിലിമും തഥാ സംഗീതവും കാബി വിശേഷ യോഗ്യതാൻ രഹാഹെ ഹിന്ദി സിനിമയ്ക്കും സംഗീതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. ഹിന്ദി ചലച്ചിത്രവും കെ പ്രതി ഹിന്ദി സിനിമകളോട് സൂറിനാമിക്ക് ഭാരത് വംശവും കഹി നഹി സൂറിനാമിലുള്ള ഇന്ത്യക്കാർക്ക് മാത്രമല്ല അന്യ സൂരിനാമി ലോകവും കാ ബി ഗഹര ലഗാവ് ഹെ മറ്റ് സൂരിനാമി ജനങ്ങൾക്കും ആഴമായ അടുപ്പമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. एक दीप प्रज्वलित होते ही लगा कि एक साथ न जाने कितने जगमगाते दीपक जल उड़े हैं. एक दീപ് പ്രജ്വലിത് ഹോത്തെ ഹി ലഗാക്കി എന്ന് പറഞ്ഞാൽ ഒരു ദീപം പ്രകാശിച്ചതോടെ ഏക് സാത്ത് ഒരുമിച്ച് നജാനെ അറിയില്ല കിത്തനെ ജഗ്മഗാത്തെ ദീപക് എത്ര മിന്നിത്തിളങ്ങുന്ന ദീപങ്ങൾ പ്രകാശിച്ചതായി തോന്നി എന്ന് അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സൂരിനാമി ഭാരത് വംശവും കാ ഉത്സാഹ് ദേഖ്നെ യോഗ്യത സൂരിനാമിയിലുള്ള ഇന്ത്യക്കാരുടെ ഉത്സാഹം കാണേണ്ടത് തന്നെ ആയിരുന്നു എന്ന്. കഹി അയസ എഹസാസ് ഓരഹാദാക്കി ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നു. ജയസെ 130 സാൽ സെ ബിച്ചുടെ ബന്ധു 130 വർഷത്തിന് മുമ്പ് വേർവിട്ടുപോയ ബന്ധുക്കൾ ആജ് ഇന്ന് ഫിർ ഗലെ മിൽ രഹേ ഇന്ന് തോളോട് തോള് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. യഹ് ഭരത് മിലാബ് ബഹത്ത് ആഹ്ലാദിത് കർ രഹാദ ഭരത് മിലാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഭരത് മിലാബ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ഭരത് മിലാബ് ഏക് ആലങ്കാരിക പ്രയോഗം ഭരത് മിലാബ് ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണെന്ന്. കുറേ വർഷങ്ങളായിട്ട് അകലെ കഴിഞ്ഞിരുന്ന സഹോദരങ്ങളെ അവർ ഒരുമിച്ച് കാണുമ്പോഴുള്ള സന്തോഷം അതാണ് ഇവിടെ ഭരത് മിലാബ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. യോഗ്ദാൻ മീനിങ് സംഭാവന. ലഗാവ് അടുപ്പം. പ്രജ്വലിത് നല്ലതുപോലെ ജ്വലിക്കുന്ന. ജഗ്മകാന എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ബിച്ചുട്ന വേർപെടുക. ഗലേ മിൽന ആലിംഗനം ചെയ്യുക. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ. ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.